ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഗൈസ്, നിങ്ങളെ നമ്മുടെ കുറച്ച് പുതിയ പച്ചക്കറികളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ. ഞാൻ മുൻപ് ഇവിടുത്തെ പച്ചക്കറികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളരിയും കുമ്പളവും പയറും ഒക്കെ കായ്ച്ചു കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ പോയി ഇപ്പം നമ്മൾ ഒത്തിരി പയറ്, വെള്ളരി അങ്ങനെ പുതിയ സാധനങ്ങൾ, പിന്നെ പടവലം ഒക്കെ നട്ടിട്ടുണ്ട്. അതിൽ പയറൊക്കെ ചെറുതായിട്ട് കായ്ച്ചു തുടങ്ങി. ഇപ്പം നിലവിൽ ഈ വഴുതനയാണ് നമുക്ക് ഇഷ്ടംപോലെ കായ് തരുന്നത്. പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം കിളുത്ത് വരുന്നതേ ഉള്ളൂ. ഈ വഴുതന ഞാനിവിടെ ഓസ്ട്രേലിയയിലെ ബണ്ണിങ്സ് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്ന് വിത്ത് മേടിച്ചിട്ട് കിളിപ്പിച്ചാണ് കേട്ടോ. ഒരു പാക്കറ്റ് വിത്ത് ഇട്ടിട്ട് ആകെ ഒരു വഴുതനത്തൈയാണ് ഉണ്ടായത്. അത് കിട്ടുമോയെന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നു. എന്താണെങ്കിലും ഒരു വഴുതനത്തൈ ആണെങ്കിൽ അത് കിളുത്ത് വലുതായതിൽ നിന്ന് ഒരുപാട് വഴുതനങ്ങ കിട്ടി കണ്ടോ. ഇത് മുഴുത്ത വഴുതനങ്ങയാണ്. എനിക്ക് ശരിക്കും മൂത്ത വഴുതനങ്ങ കറി വെക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ശരിക്കും പിഞ്ചായിട്ടുള്ളതായി പറിച്ചെടുക്കുന്നത്. മൂത്ത് കഴിയുമ്പോഴത്തേനും ഇത് കുറച്ചുകൂടി ഒത്തിരി വലിപ്പവും നീളവും വെക്കും. നല്ല വണ്ണത്തിൽ ഉരുണ്ടു വരുന്ന വഴുതനങ്ങ. അപ്പം പക്ഷേ അതിൻ്റെ ആ മുഴുത്ത വഴുതനങ്ങയ്ക്കകത്ത് ഇങ്ങനെ ഒത്തിരി അരി കിടക്കുകയല്ലേ കറിക്കകത്തൊക്കെ, അപ്പടി കറയായിരിക്കും. അപ്പോൾ അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും വഴുതനങ്ങ ഒരുപാട് മൂക്കുന്നതിന് മുന്നേ തന്നെ പറിച്ചെടുക്കും. ഇത് സാമ്പാറിനകത്തൊക്കെ ഇട്ട് നമ്മൾ കുക്കറിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, അതിനകത്ത് എല്ലാം അലിഞ്ഞു പോകും, അത്രയ്ക്ക് പിഞ്ചാണ്. പക്ഷെ അതിനാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ദേ ഇത്രയും വഴുതനങ്ങയാണ് ഇന്ന് പറിച്ചെടുത്തത്. ഇത് നമ്മുടെ തക്കാളിയാണ് കേട്ടോ. നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ച് തക്കാളിക്കായി ഇട്ട് കിളിപ്പിച്ചതാണ്. അത് ഒത്തിരി മുഴുക്കുന്ന തക്കാളിയൊന്നും അല്ല, പക്ഷെ ചെറു ടൊമാറ്റോ അല്ല, എന്നാലും കൊലകൊലയായിട്ടുണ്ടാകുന്നതാണ്. ഇപ്പം പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 1-2 പ്രാവശ്യം എനിക്ക് കിട്ടിയ എൻ്റെ ഇത് കണ്ടു. ഇങ്ങനെ കൊലകൊലയായിട്ടുണ്ടാകും. നന്നായിട്ട് മുഴുത്ത് വരുന്ന ടൊമാറ്റോ ആണ്. അത് ഇങ്ങനെ കമ്പിയിലൊക്കെ വെച്ച് കെട്ടി നിർത്തിയേക്കുവാണ്. ഇതൊരു മൂട് പടവലം നമ്മൾ പുതിയതായിട്ട് നട്ടിരിക്കുന്നതാണ്. ഈ ചീര നട്ടിട്ട് കുറച്ച് ചീര ഉണ്ടായുള്ളൂ. അത് ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ പുതിയ പയർ നട്ടേക്കുന്നതാണ്. അതിൻ്റെ പുറകിൽ ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട്. ഇപ്പം പഴയ സ്ഥലത്തെല്ലാം പുതിയ പുതിയ പച്ചക്കറികളൊക്കെ നടുവാണ്. വഴുതന, നീല വഴുതനങ്ങയൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം പയറെല്ലാം കിളുക്കുന്നുണ്ട്. പഴയ കുമ്പളത്തേൽ പൊട്ടിക്കിളുത്തിട്ട് കുമ്പളങ്ങായും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഉണ്ടല്ലോ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു പാക്കറ്റിനകത്ത്, ചെറിയൊരു പ്ലാസ്റ്റിക് പാക്കറ്റിനകത്ത് കുറേ കളറിലുള്ള ചെറിയ ചെറിയ തക്കാളിക്കായകൾ കിട്ടുമേ, ചെറിയ ടൊമാറ്റോകൾ. അപ്പം ഞാൻ ഇന്നാൾ മാർക്കറ്റിൽ പോയപ്പം ഇതുപോലെ ഒരു ചെറിയ പാക്കറ്റിനകത്ത് ചുമപ്പ്, മഞ്ഞ, അങ്ങനെ പല കളറ്, ബ്രൗൺ കളറിലൊക്കെ ഉള്ള ടൊമാറ്റോകൾ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതൊരു കൗതുകത്തിന് അതും മേടിച്ചുകൊണ്ട് വന്നു. ഇവിടെ ഇഷ്ടംപോലെ ടൊമാറ്റോകൾ, ചെറിയ ടൊമാറ്റോകൾ ചുമപ്പുണ്ടായിരുന്നു. എന്നാലും ഈ പല കളറ് കണ്ടപ്പം എനിക്കതൊന്ന് വെച്ച് പിടിപ്പിക്കണം. ഫ്രോസൺ ആയിട്ടൊക്കെയാണ്. ഫ്രോസൺ എന്ന് വെച്ചാൽ പിന്നെ ഫ്രീസറിലൊന്നും അല്ല, എന്നാലും തണുപ്പിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ്. കിളുക്കുമെന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും പരീക്ഷണമായിട്ട് ചെടിച്ചട്ടിയിൽ നമ്മളത് പാകി കിളിപ്പിച്ചായിരുന്നു. അപ്പോൾ ആ ടൊമാറ്റോകൾ കിളുത്തിട്ട് ഇപ്പം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നിറമൊന്നും ആയില്ല, ഒരെണ്ണത്തിന് മാത്രം നിറമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാവേ. ഇവിടെയാട്ടോ നമ്മുടെ പല കളറിലുള്ള ടൊമാറ്റോകൾ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം നട്ടിട്ട് തൈയെ ചട്ടിക്കകത്തുനിന്ന് നമ്മൾ മാറ്റി നട്ട് വളങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയതേ ഉള്ളേ. പൂക്കുന്നൊക്കെ ഉണ്ട്, വളർന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് മഞ്ഞയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മഞ്ഞയാണ്. പിന്നെ ഇത് ശരിക്കും ഒരു മഞ്ഞയോ ഓറഞ്ചൊക്കെ പോലെ ഒരു കളർ. ഇത് കണ്ടോ. ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് കളർ കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇതൊരു മഞ്ഞയാണോ എന്ന് ചോദിച്ചാൽ മഞ്ഞയല്ല, ഓറഞ്ചാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു ഓറഞ്ച് കളറ്. ഇതിപ്പോൾ തൈ ആയതുകൊണ്ടാണ്. ഇത് ചട്ടിയിൽ അല്ലാതെ നമ്മൾ ആദ്യമേ തന്നെ തറയിൽ നട്ട് നിറയെ വളമൊക്കെ ഇട്ട് കൊടുത്താൽ ഒരുപാട് വലിപ്പത്തിൽ ഇങ്ങനെ കൊലകൊലയായിട്ടുണ്ടാകുന്ന തക്കാളിയാണ് കേട്ടോ. വലിപ്പം എന്ന് ഞാൻ പറഞ്ഞത് ചെറു ടൊമാറ്റോയാണ്, പക്ഷേ ഇങ്ങനെ ഈ തണ്ടിന് നല്ല നീളം ഉണ്ടാവും. ഇപ്പോൾ ഒരു 10 ടൊമാറ്റോയൊക്കെ അതിൽ കാണും. അല്ലാതെ വലിപ്പം ഒരുപാട് വെക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം ഓരോ കളറുകളായിരുന്നേ. നമ്മൾ മേടിച്ച ഓരോ കളറ് ടൊമാറ്റോകളായിരുന്നു. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ ഓരോ കളറ് സെപ്പറേറ്റ് നട്ടേക്കുവാണ്. ഇതൊന്നും കായ്ച്ചില്ല. അത് കാരണം കളർ ഏതാണെന്ന് അറിയത്തില്ല. കുറച്ചുകൂടിയൊക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. കാരണം ഇത് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത് പോലെ 10 എണ്ണം ഒന്നും കാണുന്നില്ല. പിന്നെ ഈ ടൊമാറ്റോയുടെ ഷേപ്പ് കണ്ടോ. ഇതിൻ്റെ ഒരു ഷേപ്പ് നമ്മുടെ പെയറെന്ന് പറയുന്ന ഫ്രൂട്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടത്തില്ലേ, അതുപോലെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്. അത് ഞാൻ ഓർക്കുന്നുണ്ട്. സാധാരണ ചെറിയ ടൊമാറ്റോയുടെ ഷേപ്പല്ല, ഒരു പെയർ പോലെ ഇരിക്കുന്ന ഒരു ടൊമാറ്റോയാണ്. അത് കുഞ്ഞാണെങ്കിലും അതിൻ്റെ കായ് കാണുമ്പോൾ തന്നെ കണ്ടോ ആ ഷേപ്പിലൊരു വ്യത്യാസം കാണത്തില്ലേ നമുക്ക്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതും മഞ്ഞയായിരുന്നു, അത് ചുമപ്പായിരുന്നോ എന്ന്
ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അത് മാത്രം ഒരു വ്യത്യസ്ത ഷേപ്പിലുള്ള ടൊമാറ്റോ ആയിരുന്നു. നമ്മുടെ കുടംപുളിയുടെ ചോട്ടിലൊക്കെ കണ്ടോ കാട്ടു തക്കാളി കിളുത്ത് കിടക്കുന്നത്. ഇത് നല്ല ചുമന്ന തക്കാളിപ്പഴം ഉണ്ടാകും കേട്ടോ, കുഞ്ഞു കുഞ്ഞ്, നല്ല മധുരമാണ്, കറിയിലൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്